അസ്സലാമലൈക്കും. ഹാബിൻ്റെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഫേസ് പാക്കാട്ടോ ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ മുഖത്തിട്ടാൽ നല്ല കളറ്, നല്ല വെളുത്ത കളറാവും. കളറുള്ള ആൾക്കാരും ഞാൻ അപ്പോൾ മൂക്ക് ഇതിൻ്റെ മുമ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കി തേച്ചതിൻ്റെ ശേഷമാണ് ഇപ്പം അത് ഇടണത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടി വെച്ചാൽ അത് ഇപ്പോൾ അരിപ്പൊടിയാണ്. നമ്മളെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അലവേര നമ്മൾ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അതാ ഇതിപ്പോൾ ഒറിജിനൽ നമ്മളെ വീട്ടിലുണ്ട് ഇതുണ്ടോ. പക്ഷേ ഇതവക്ക് ചൊറി, അതുകൊണ്ട് അത് ഞാൻ എടുക്കണില്ല. ഒക്കെ അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചതാണ് കണ്ടോ. അപ്പോൾ ഒക്കെ ചൊറിയ, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഇടുക. അത് ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഏറ്റവും നല്ലത് അതായിരിക്കും. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം. ഇതിപ്പോൾ നമ്മളെ ഡോക്ടർ പറഞ്ഞതാട്ടോ ചെയ്യാൻ പോണത്. അപ്പം നമ്മളെ സ്വന്തം അഭിപ്രായമല്ല. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി ചെയ്തപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒരാൾക്ക് മാത്രമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കണത്. ഈ കുഞ്ഞ് സ്പൂണിന് 2 സ്പൂണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന വേണമെങ്കിൽ ഇടട്ടോ, അത്രയും ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ മഞ്ഞളുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കേക്കൂട്ടോ നല്ലത്. അപ്പം നമുക്കതില്ല, അതുകൊണ്ട് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. കുറച്ചിട്ട് ഒരു നുള്ള് പറയുമ്പോൾ നുള്ളിയതല്ല കേട്ടോ, ഒരു പിഞ്ച്. അപ്പം ഇനി നമുക്ക് കുറച്ച് അലവേര ഇടാം. ഇതാണെങ്കിൽ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാവർക്കും ശരീരത്തിന് പറ്റൂല നമ്മളെ ഈ ഒറിജിനൽ. അതിനൊരു ചൊറിച്ചിലുണ്ടാവും. കാര്യം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ്, ഒരു 10-15 മിനിറ്റ്. എന്നിട്ടും അത് ഇങ്ങനെ തേച്ച് നോക്കിയപ്പോൾ ചൊറിയുണ്ട് കാരണം. അപ്പോൾ അത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചൊറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇനി നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം. അപ്പോൾ ഇതിക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങൻ്റെ ഒരു പകുതി എടുക്കട്ടോ. ഞാൻ എടുക്കണില്ല, പുളിയും പറ്റൂല ഓക്ക്, പിന്നെ ഈ ഒറിജിനൽ അലവേരയും പറ്റൂല. ഇതിപ്പോൾ കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. കഞ്ഞിവെള്ളം ഇതിലൊന്ന് മിക്സാക്കി ഇങ്ങനെ എടുക്കുക. നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പച്ച ഗുളിക, ഇത് വിറ്റാമിൻ ഇ ഗുളിക കേട്ടോ. ഇത് നല്ലതാണ് മുഖത്തിന്. 1, 2, 3 ഇടാം. ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കണോണ്ടാണ് 1 ഇടുന്നത്. ഇതിങ്ങനെ പിന്നോണ്ടൊന്ന് കുത്തിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ പറ്റുമെങ്കിൽ ഇടാട്ടോ, ഏറ്റവും നല്ലതാണ്, നല്ലതേക്കും. അപ്പം നമുക്ക് ഇത് ചൊറിച്ചിലുള്ളവർക്ക് പറ്റൂല. അപ്പം അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. കുറച്ച് നല്ല വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ, അത് ഒഴിച്ചാൽ മതി. ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല വെളിച്ചെണ്ണയാണിത്. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിന്. നല്ല റിസൾട്ടുള്ളൊരു ഇതാണിത്. ഇപ്പോൾ ലേശ തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്തെങ്കിലും ഒന്നും കൂടി ഒഴിച്ചാൽ ഏറ്റവും നല്ല കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്.
കഞ്ഞിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചതാണ്, ഒന്നും കൂടി ലൂസാകാൻ വേണ്ടി. കണ്ടോ, ഇതാണിപ്പോൾ നമ്മൾ ഇന്ന് മുഖത്ത് തേക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് തേച്ച് നോക്കി, നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ ഒഴുക്കം തേച്ച് കൊടുക്കണ കാണിച്ചു തരാം. ഇതാ അപ്പോൾ ഇവളാട്ടോ തേക്കണേ. ഇതാ മുഖത്ത് ഇവക്കാണ് പുളിയും ഒന്നും തട്ടാൻ പറ്റാത്തത്. ഒറിജിനൽ അലവേര പറ്റൂല, വാങ്ങണതേ പറ്റുള്ളൂ. അപ്പോൾ അതാ ഇതുണ്ട്. ഇവക്ക് ഇതിന് മുമ്പ് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്, അത് നല്ല റിസൾട്ട് ഉണ്ട് ഇനി. അപ്പോൾ അതാ ഇപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം തേക്കാം. മുഖം നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതാണ് തേച്ചാൽ നല്ല റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി തേച്ച് നോക്കി. എല്ലാവർക്കും വെളുപ്പ് ഇഷ്ടമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.